പിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലെ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ ആണ് നമ്മുടെ ചാപ്റ്റർ. അതിൽ നമ്മൾ ഒരു പകുതി പാർട്ട് എടുത്തു കഴിഞ്ഞതാണ്, ഏകദേശം പകുതി, ഫുള്ളായിട്ടൊന്നുമില്ല, ഏകദേശം പകുതി പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എടുക്കുന്നത് റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന പാർട്ടാണ്. റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഇതിൽ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് ആദ്യം പഠിക്കണം. എന്താ റീവാലുവേഷൻ അക്കൗണ്ട്? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയാൻ കാരണം, നോമിനൽ അക്കൗണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൽ നിന്ന് ആ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കണം. പ്രോഫിറ്റോ ലോസോ കിട്ടുന്ന അക്കൗണ്ടിനെ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷനിലാണ്. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് എന്നീ ചാപ്റ്ററുകളിലാണ് നമുക്ക് പ്രധാനമായിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലാബിലിറ്റീസ് ആണ്. ഇനി ഇതിൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ഐദർ പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതെന്താണ്? ലോസ് ആണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്നേഴ്സ്. To find out profit or loss on revaluation and reassessment of liabilities, the balance of revaluation account, either profit or loss, is transferred to capital account of old partners at old ratio. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എപ്പോഴും വരുന്നത് ഏതെല്ലാം ഐറ്റംസ് ആണ്? റെഡ്യൂസ് ദ വാല്യൂ ഓഫ് അസെറ്റ്. അസെറ്റിന്റെ വില റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞു. കുറയുമ്പോൾ ഫേമിനെ സംബന്ധിച്ച് എന്താണത്? എക്സ്പെൻസോ അല്ലെങ്കിൽ ലോസോ ആയിരിക്കും. അപ്പൊ ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് വരുമ്പോഴാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരിക. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റിയുടെ വില ഇൻക്രീസ് ആകും, ബാധ്യത നമ്മുടെ കൂടും. അപ്പോഴും നമുക്ക് വരുന്നത് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്. ലോസ് വന്നാൽ റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിലാണ്. അൺറെക്കോർഡഡ് ലാബിലിറ്റീസ്. അൺറെക്കോർഡഡ് ലാബിലിറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും വരും. ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ്, റിപ്പയർ ബില്ല്, ഇങ്ങനെയൊക്കെ വരുന്ന അൺറെക്കോർഡഡ് ലാബിലിറ്റി വന്നാൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഓവർ വാല്യുവേഷൻ ഓഫ് അസെറ്റ്. അസെറ്റുകൾക്ക് ഓവർ വാല്യൂ ചെയ്യാം. അതായത് അസെറ്റുകളുടെ വില യഥാർത്ഥത്തിൽ ഉള്ള വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അതിനെ ഓവർ വാല്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ശരിക്കും സോൾഡ് ആക്കുമ്പോൾ, അത് വിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മൾ എഴുതി വെച്ചേക്കുന്ന അല്ലെ ഓവർ വാല്യൂ ചെയ്ത വില നമുക്ക് കിട്ടില്ല. അപ്പൊ കമ്പനിക്ക് ലോസ് ആണ്. അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ വരും. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, അതായത് കൊടുക്കാനുള്ള ചില ചിലവുകളൊക്കെ ഉണ്ടാകും. അതും നമുക്ക് എവിടെയാ വരിക? അതും നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇനി അങ്ങനെയാകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ലോസുകളാണ്. മിക്കവാറും വരുന്നത് എല്ലാ ലോസുകൾ, ചില എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ കയറി വരും. അങ്ങനെയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എന്തായിരിക്കും? ഇൻകം ആയിരിക്കും. അപ്പൊ ഇൻകം മാത്രം റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. അസെറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷനിൽ ക്രെഡിറ്റ്. ലാബിലിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ്. അൺറെക്കോർഡഡ് അസെറ്റ് വന്നാൽ ക്രെഡിറ്റ്. അണ്ടർ വാല്യുവേഷൻ ഓഫ് അസെറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് സൈഡ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസും പ്രീപെയ്ഡ് എക്സ്പെൻസസും റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ മാക്സിമം വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ കൊടുത്തേക്കുക. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിന്റെ അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷന്റെ എൻട്രീസ് ആണ്. അതില് ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ വാല്യൂ ഓഫ് അസെറ്റ്. ജേണൽ എൻട്രി വരുന്നതാണ് അസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ ആണ്.
അത് അസെറ്റിന്റെ വില കൂടും. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അപ്പൊ അസെറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ. ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസെറ്റ് ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസെറ്റ് ആണ്. അതായത് എക്സ്പെൻസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്, ലോസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്, ഡെബിറ്റ് സൈഡിൽ വരും. ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലാബിലിറ്റി വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ലാബിലിറ്റി ആണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഡിക്രീസ് ദ വാല്യൂ ഓഫ് ലാബിലിറ്റി വന്നാൽ ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. അൺറെക്കോർഡഡ് അസെറ്റ് വന്നാൽ അസെറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അസെറ്റ് ഇൻക്രീസ്ഡ് ആണ്, നമുക്ക് അസെറ്റ് കൂടുകയാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ വരും. അൺറെക്കോർഡഡ് ലാബിലിറ്റി വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ എക്സ്പെൻസ് കൂടും അല്ലെങ്കിൽ ലോസ് വരും, അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് അത് ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇനി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ വരുന്നത് ക്യാപിറ്റൽ. പ്രോഫിറ്റ് വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ എന്നാണ്. എന്താ ലോസ് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് റിവേഴ്സ് എൻട്രി കൊടുക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ വരും. നമ്മുടെ എക്സാം പോയിന്റ് ഇപ്പൊ മാർച്ചിൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ എക്സാംസിന് അങ്ങനെയാണ്. നമുക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ 1 or 2 എൻട്രി, ചിലപ്പോൾ ഒരു എൻട്രി അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ഒരു എൻട്രി ഒക്കെ ചോദിക്കും. നമുക്ക് അങ്ങനെ തിയറി പാർട്ട് വളരെ കുറവാണ്. വൺ വേർഡും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്ന പ്രോബ്ലം ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ്, ജേർണൽ എൻട്രി അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഈ ജേർണൽ എൻട്രിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഇനി നമ്മളിവിടെ അഡ്മിഷനിൽ നിങ്ങൾക്ക് 8 മാർക്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രോബ്ലംസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കാം, 2 പാർട്ടീസ്. ദ ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അർജുൻ ആൻഡ് ബിനീഷ്. 2 പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരുണ്ട്, അർജുനും ബിനീഷും. അവർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 അവർ ലാഭം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബാലൻസ് ഷീറ്റ് ആണ് തന്നേക്കുന്നത്. ലാബിലിറ്റി സൈഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അസെറ്റ് സൈഡും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് ഈ സമയത്ത്, അതായത് 31 March 2023 അവർ ഒരു പുതിയ പാർട്ട്ണറെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ്. They admit Vimal into partnership and gave him 1/4 share in future profit on the following conditions ആണ്. കേട്ടോ, അവിടെ താഴെ പറയുന്ന കാരണങ്ങൾ നിങ്ങൾ കണക്കിലെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വിമൽ എന്ന് പറയുന്ന ഒരു പാർട്ട്ണറെ 1/4 ഷെയർ, പ്രോഫിറ്റിന്റെ 1/4 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അയാൾ അഡ്മിറ്റ് ചെയ്തു. അയാള് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് അങ്ങനെയാണ്, പുതിയ പാർട്ട്ണർ ഫേമിലേക്ക് 35,000 ക്യാപിറ്റൽ എന്ന പേരിലും 12,000 ഗുഡ്വിൽ എന്ന പേര് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് എല്ലാ സ്ഥാപനത്തിലെ എല്ലാ പങ്കാളികളും, ഏതൊരു പങ്കാളി പുതിയതായി സ്ഥാപനത്തിലേക്ക് വരുന്നുവോ അവരെന്ത് കൊണ്ടുവരണം, ഗുഡ്വില്ലിന്റെ പേരിലും ക്യാപിറ്റലിന്റെ പേരിലും എമൗണ്ട് കൊണ്ടുവരണം. അപ്പൊ ഗുഡ്വില്ലിന്റെ പേരിൽ എമൗണ്ട് വരുമ്പോൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് ഗുഡ്വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് മെത്തേഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് ഫേം സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിന്റെ വില കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷമാണ് പുതിയ പാർട്ട്ണറുടെ ഷെയർ ഇത്ര രൂപയാണെന്ന് അവർ ഓൾഡ് പാർട്ട്നേഴ്സ് പറയാം. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആയിട്ടാണ് അയാൾ 12,000 റുപ്പീസ് ഗുഡ്വില്ലിന്റെ പേരിൽ സ്ഥാപനത്തിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ സ്ഥാപനത്തില് അവർ ഫേമിന് ഒരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഒരു 8,000 രൂപയുടെ ഫേമിൽ ഇല്ലാത്ത, ഇത്രയും നാള് ഫേമിൽ ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ പറഞ്ഞത് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്, 10% സ്റ്റോക്കിൻ്റെതൊക്കെയാണ് കൂട്ടി കാണിച്ചിരിക്കുകയാണ്, വില കൂട്ടി കാണിച്ചിരിക്കുകയാണ്, ഓവർ വാല്യൂഡ് ആണ്. പിന്നെ പ്രൊവിഷൻ 5% ബി മെയ്ഡ് ഓൺ ഡെറ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ്. ഡൗട്ട്ഫുൾ ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിലേക്ക് പണം തരാനുള്ള വ്യക്തികളാണ്. അവരില് തരാനുള്ള ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 5% എമൗണ്ട് നമുക്ക് കിട്ടുമോ എന്ന് ഡൗട്ടാണ്. അതാണ് 3ാമത്തെ പോയിന്റ്. ലാസ്റ്റ് 5th വൺ പറഞ്ഞത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ബൈ. ഈ അപ്രീഷിയേറ്റഡ് ബൈ എന്ന വാക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ 10,000 റുപ്പീസ്
ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ്. 10,000 രൂപ അപ്രീഷിയേറ്റ് ചെയ്തു എന്നാണ് ബൈ റുപ്പീസ് പറയുമ്പോൾ. പിന്നെ വന്നത് അൺറെക്കോർഡഡ് ആയിട്ട് ഒരു ലാബിലിറ്റി സ്ഥാപനത്തിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ആയിട്ടുള്ള ബില്ല് വന്നതാണ്. നമ്മൾ എന്തോ ഒരു സാധനം സ്ഥാപനത്തിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2,000 രൂപയുടെ ബില്ല് വന്നു. ആ ബില്ല് നമുക്ക് വന്നിട്ടേ ഉള്ളൂ, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിന് അൺറെക്കോർഡഡ് ലാബിലിറ്റി ആണ്. അതെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലാണ് 2 രൂപയുടെ. 2,000 രൂപ. എന്നിട്ട് നമ്മളോട് പറയാണ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ചെയ്യണം. ഇനി വരുന്നത് ഇതിൽ നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ വരുന്ന ഒരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാത്രം നോക്കി റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് മാത്രമേ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒരിക്കലും പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലോ അയാൾ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിന്റെ തുകയോ ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യില്ല. അതാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഒരിക്കലും, അതായത് ഇവിടെ നമ്മുടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അതാണ്. വിമൽ എന്ന് പറഞ്ഞ പുതിയ പാർട്ട്ണർ 35,000 ക്യാപിറ്റൽ എന്ന പേരിലും 12,000 ഗുഡ്വിൽ എന്ന പേരിലും അയാൾ കൊണ്ടുവരികയാണ്. ഇത് രണ്ടും ഒരിക്കലും റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. അത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിൽ എപ്പോഴും എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലും ഇൻകംസും പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. അപ്പൊ ഇത് പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ എമൗണ്ടും പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിന്റെ എമൗണ്ടും ഒരിക്കലും എക്സ്പെൻസും അല്ല, ലോസും അല്ല, പ്രോഫിറ്റും അല്ല, ഇൻകവും അല്ല. അതുകൊണ്ട് അതൊരിക്കലും എവിടെ വരില്ല? റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകൾ നമുക്ക് വേണം. അപ്പൊ ഇവിടെ നോക്കാം, നമ്മള് അഡ്ജസ്റ്റ്മെന്റ്സ് പോകുമ്പോ ദ ഫേം ഹാഡ് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് 8,000 രൂപ. ഇൻവെസ്റ്റ്മെന്റ് ഈസ് ആൻ അസെറ്റ്. ഒരു പുതിയൊരു അസെറ്റ് വരുമ്പോ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഫേമിന്റെ അസെറ്റ് കൂടും. അപ്പൊ അൺറെക്കോർഡഡ് അസെറ്റ് വന്നാൽ അസെറ്റ് കൂടുമ്പോ ഫേമിനെ സംബന്ധിച്ചത് അവരുടെ ഇൻകം കൂടും. ഇൻകം കൂടിക്കഴിഞ്ഞാൽ അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റിൽ എഴുതണം. ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ വില 8,000 രൂപയാണ്. അതിന്റെ വില ബാലൻസ് ഷീറ്റിൽ ഇല്ല. 8,000 രൂപയാണ് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ്. 8,000 രൂപയെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അടുത്ത പോയിന്റ് വരുന്നത് സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ബൈ 10%. ഓവർ വാല്യൂ ആണ്. അതായത് സ്റ്റോക്കിന് ആക്ച്വലി അത്ര വാല്യൂ ഇല്ല. നമ്മൾ കൊടുത്തേക്കുന്നത് ഓവറാണ്, കൂടുതലാണ്. പക്ഷെ നമുക്കത് വിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത വില കിട്ടില്ല. ഓവർ വാല്യൂ വരുന്ന വില നമുക്ക് എന്ത് ചെയ്യില്ല? കിട്ടൂല. കിട്ടാണ്ടാകുമ്പോൾ ഫേമിനെ സംബന്ധിച്ച് എന്തായിരിക്കും? അത് ലോസ് ആയിരിക്കും. ലോസ് വന്നാൽ എവിടെയേ വരുള്ളൂ? ഡെബിറ്റ് സൈഡിലേ വരുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിലാണ്. സ്റ്റോക്ക് വരുന്നത് എത്ര രൂപ നോക്കുക, എത്ര ശതമാനമാണ്? 10% ആണ്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് വരിക ഓവർ വാല്യൂ ആയതുകൊണ്ട് സ്റ്റോക്ക് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലായാൽ അതിന് 10% ആണ്. 10% ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ വില കണ്ടുപിടിക്കാം. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് വില കണ്ടുപിടിക്കാം. ബാലൻസ് ഷീറ്റില് സ്റ്റോക്കിന്റെ വില നോക്കുക നിങ്ങൾ. സ്റ്റോക്കിന്റെ വില 56,000 ആണ്. 56,000ന്റെ 10% ആണ് നമ്മളോട് എഴുതാൻ പറയുന്നത് അവർ. അപ്പൊ നമ്മൾ എഴുതും, സ്റ്റോക്ക് എഴുതി 56,000 into 10/100 5,600. ഇങ്ങനെ ഓവർ വാല്യൂ വരുമ്പോ ഡെബിറ്റ് സൈഡിലാണ് വരിക. നമ്മൾ ഡെബിറ്റ് സൈഡ് എടുത്ത് കണ്ടു. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് വായിക്കാം. പ്രൊവിഷൻ 5% മെയ്ഡ് ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സിന്റെ വില വേണം. പെർസെന്റേജ് ആണ്. ഡെറ്റേഴ്സിന്റെ വില നോക്കാം. 40,000 ആണ്. 40,000ന്റെ 5%
ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ്, പ്രൊവിഷൻ ആണ്. നമ്മുടെ ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ നമുക്ക് നഷ്ടമായതുകൊണ്ട് നമ്മൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം പ്രൊവിഷൻ. ഡെറ്റേഴ്സിന്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കുക? ഇവിടെ ഡെറ്റേഴ്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊവിഷൻ എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. ഡെറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് 40,000 ഇൻറ്റു 5/100 2000 കൊടുത്തു. അപ്പൊ ആ പോയിന്റ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് ബൈ റുപ്പീസ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 10,000 കൂടി എന്നാണ്. അപ്രീസിയേഷൻ എന്താണ്? കൂടുക എന്നാണ്. അപ്പൊ അപ്രീസിയേറ്റ് ചെയ്തു, കൂടി. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില 10,000 രൂപ കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് 10,000 രൂപ കൂടുതൽ കിട്ടും എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഫേമിലേക്ക് കൂടുതലായിട്ട് ഇൻകം വരികയാണ്, അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ എവിടെ എഴുതി കൊടുക്കുക? ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക. നമ്മൾ എഴുതാ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതാ. 10,000 രൂപയാണ് വില, അതായത് ബൈ റുപ്പീസ് 10,000 ആണ്. 10,000 റുപ്പീസ് ആണ് എമൗണ്ട്. അതിൽ പ്രത്യേകിച്ച് നോക്കണം, ബൈ റുപ്പീസ് 10,000 ആയതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലെ വില നമ്മൾ നോക്കാഞ്ഞത് കേട്ടാ. അപ്പൊ അതേ തുക തന്നെ വരണം. 10,000 രൂപയാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ബൈ എന്ന വാക്കിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാം. അടുത്തത് അൺറെക്കോർഡഡ് ലാബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലാണ് 2,000 രൂപ. അത് റിപ്പയർ ചെയ്തു, 2,000 രൂപയുടെ ബില്ല് വന്നു, 2,000 രൂപ നമുക്ക് കൊടുക്കണം. അത് എക്സ്പെൻസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എഴുതും ഔട്ട്സ്റ്റാൻഡിങ് ബിൽ, കൊടുക്കാനുള്ള ബില്ലിന്റെ പൈസയാണ്. അത് നമ്മൾ എത്ര രൂപയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ എടുത്തെഴുതും. ബില്ലിന്റെ വില 2,000 ആണ്. 2,000 റുപ്പീസ് ബില്ലിന്റെ വില എഴുതി. ഇനി അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. അടുത്ത നമ്മൾ പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട് എന്നും പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കഴിഞ്ഞു. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 18,000 ആണ്. 18,000 നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി. കാരണം അതില് വലിയ എമൗണ്ട് ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴും വലിയ എമൗണ്ട് മാത്രമേ നമ്മൾ ടോട്ടലായിട്ട് എഴുതാറുള്ളൂ. അപ്പൊ അതിവിടെ 18,000 ഇൻകം ആണ് കൂടുതൽ. അപ്പൊ 18,000 എഴുതി. ആ 18,000 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ എമൗണ്ടുകൾ മൈനസ് ചെയ്യുക. 9,600 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ 8,400 ആണ്. ആഡ് ചെയ്യും നമ്മൾ 18,000 മൈനസ് 2,000 മൈനസ് 2,000 മൈനസ് 5,600. അപ്പൊ നമുക്ക് കിട്ടുക 8,400 ആണ്. ഈ 8,400 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ തുകയെ പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അതിന് നേർക്ക് നമ്മൾ എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി. പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അങ്ങനെ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പാർട്ടീസ് ഉണ്ട്, 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. അവർക്ക് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 8,400 പ്രോഫിറ്റ് ആണെങ്കിൽ അത് പാർട്ട്നേഴ്സിനുള്ള പൈസയാണ്. അത് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ 8,400 ഇൻറ്റു ഇതിന്റെ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും 3:2. റേഷ്യോ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 3:2 നമ്മൾ ആ 3:2 അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 3/5 ആണ്. 3/5 ബിക്ക് 8,400 ഇൻറ്റു 2/5. ഇങ്ങനെ നമ്മൾ അത് 2 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 5,040 വരും. അടുത്തത് 3,360 വരും. ഇങ്ങനെ നമ്മൾ ഈ കിട്ടുന്ന ആൻസറിനെ ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കും. ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോകണം. നെക്സ്റ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ വരുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടില് ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ലാബിലിറ്റി ആണ്.
ഫേമിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് ലാബിലിറ്റി ആണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ ഒരിക്കലും വരില്ല. അത് വരുന്നത് എന്നും ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അതിന് എഴുതാം ബാലൻസ് ബ്രോ ഡൗൺ എഴുതാം. ബാലൻസ് ബ്രോ ഡൗൺ എന്നാണ് എഴുതാം. ഇതിന്റെ എമൗണ്ട് കിടക്കുന്നത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലാണ്. അപ്പൊ നമ്മൾ നേരെ വീണ്ടും എവിടേക്ക് പോകണം? ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ 25,000 എയുടെയും 20,000 ബിയുടെയും കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 25,000ഉം 20,000ഉം നമ്മൾ അവിടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇവിടെ 25,000 ആണ് അർജുന്റെ, അടുത്ത ആളുടെ 20,000 ആണ് അടുത്ത ആളുടെ. അപ്പൊ ഇവിടെ പുതിയ പാർട്ട്ണർ വന്നിട്ടുള്ളൂ, അയാൾക്ക് ക്യാപിറ്റൽ ഇല്ല. ഈ സമയത്ത് വരുന്ന സമയത്താണ് ആൾ ക്യാപിറ്റൽ കൊണ്ടുവരാം. നമ്മുടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റില് വിമൽ എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ പാർട്ട്ണർ 35,000 റുപ്പീസ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ട്. അവിടെ നേരെ ബാക്കിലേക്ക് വീണ്ടും പോവാ. അവിടെ കണ്ട വിമൽ ടു ബ്രിങ് 35,000 ആസ് ക്യാപിറ്റൽ, ആസ് ഹിസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന പേരിൽ അയാള് 35,000 റുപ്പീസ് കൊണ്ടുവരുന്നുണ്ട്. 12,000 റുപ്പീസ് അയാള് ഗുഡ് വില്ലിന്റെ പേരിലും കൊണ്ടുവരുന്നുണ്ട്. ഇത് രണ്ടും നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ അയാള് വിമൽ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ തുക അയാളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതി 35,000 റുപ്പീസ് അയാളുടെ അക്കൗണ്ടിലേക്ക് എഴുതി. ഇനി അയാള് ഒരു 12,000 ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. പുതിയ പാർട്ട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ള എമൗണ്ട് ആണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പൈസയാണത്. അതുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും എമൗണ്ട് വരും. ഗുഡ് വിൽ എന്നും പറഞ്ഞ എമൗണ്ട് 12,000 ഇൻറ്റു 3/5. അതേപോലെ 12,000 ഇൻറ്റു 2/5 ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, 4 വരും. അപ്പോൾ ഇവിടെ 4,800 വരും. ഇവിടെ വരുമ്പോൾ 7,200 വരും. 12,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി വരുന്നത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ഒരു റിസർവ് കിടപ്പുണ്ട്. ആ റിസർവ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലേക്ക് റിസർവ് ഡിവൈഡ് ചെയ്യുന്നതും ഓൾഡ് റേഷ്യോയിലാണ്. ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ എമൗണ്ട് കിട്ടണം. നേരെ ബാലൻസ് ഷീറ്റ് പോയി നോക്കാം. ബാലൻസ് ഷീറ്റിൽ റിസർവിന്റെ വിലയുണ്ട് ഒരു 8,000 റുപ്പീസ്. ആ 8,000 റുപ്പീസ് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 8,000 ഇൻറ്റു 3/5, അടുത്തത് 2/5. ഡിവൈഡ് ചെയ്യുമ്പോൾ 16. അപ്പോൾ ഇവിടെ 3,200ഉം 4,800ഉം വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ 3,200ഉം 4,800ഉം വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? ഇത് പാർട്ട്ണറുടെ പൈസയാണ്, അയാളുടെ ക്യാപിറ്റൽ ആണ്, അത് അയാളുടെ പൈസയാണ്, അയാളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന പൈസയാണ്. ഇതും അതേപോലെ തന്നെ വിമൽ കൊണ്ടുവന്ന പൈസ വിമലിന്റെ ക്യാപിറ്റലിന്റെ എമൗണ്ട് ആണ്. ഇനി ഗുഡ് വില്ലിന്റെ പൈസ വിമൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് വേണ്ടിയാണ്. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നെ വരുന്നത് അവര് നേരത്തെ സ്ഥാപനത്തിനുണ്ടാകുന്ന പ്രോഫിറ്റിൽ നിന്ന് അവർ ആഡ് ചെയ്ത് വെച്ച് കൂട്ടി വെച്ചിട്ടുള്ള പണമാണ് ഇത് റിസർവ്, കരുതൽ നിധി എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇതും ആരുടെ പൈസയാണ്? പാർട്ട്നേഴ്സിന് കിട്ടേണ്ട പൈസയാണ്, പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ്. അതുകൊണ്ട് ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ വന്ന്, കൂടാതെ റീവാലുവേഷനിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റും എവിടെ വരും? ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. എഴുതി കൊടുക്കുക, റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് എഴുതാം. എന്നിട്ട് നേരത്തെ നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ച വിലയുണ്ട്, അതായത് 5,400ഉം 3,360. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ കണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള തുക ഇതാണ് നമ്മൾ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന തുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നോക്കേണ്ടത് ഇതാണ്.
ഈ സൈഡില് ഗുഡ്വിൽ എന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ ഉണ്ടെങ്കിൽ ആ തുക ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഉള്ളപ്പോ ക്രെഡിറ്റ് സൈഡിലാണ് ഡിവൈഡ് ചെയ്ത റിസർവ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ഏത് സൈഡിലേക്ക് കൊടുക്കണം? ഡെബിറ്റ് സൈഡിലേക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഈ സൈഡില് അസറ്റ് സൈഡില് ഗുഡ്വില്ല് വരുമ്പോഴും അതുപോലെ അസറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുമ്പോഴും ആണ് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ളതൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്യുക. അതിന് തേർഡ് പാർട്ടിയുടെ 35,000 തന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 20, 24,800, 25, 28, 31,360, 31,360, 25,000, ഇതിപ്പോ 8, 12, അപ്പൊ 25, 37,000, 43,000, 40 വരും. 43,000, 43,040 രൂപ വരും. ഒന്നുകൂടി ആഡ് ചെയ്ത് നോക്കുക. 25,000, പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 12 ആണ് വരിക. അപ്പൊ 25ഉം 12ഉം 37,000ഉം 5,000ഉം 43,000, പിന്നെ 40 കിടക്കുന്നുണ്ട്. 43,040 വരും. ഇനി ഈ ആഡ് ചെയ്ത തുക നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവര് മാർക്ക് വെട്ടിക്കളയും, മാർക്ക് കുറച്ച് കുറയ്ക്കും. അപ്പൊ എന്ത് ചെയ്യാ? അക്കൗണ്ട് നമ്മൾ ബാലൻസ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ലേ, ആ ലോയും കൂടി നമ്മളിവിടെ കൊണ്ടുവരാ. ഇത് നേരെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 43,040, 31,360, 35,000 അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നേരെ മുകളിലേക്ക് കയറ്റിയിട്ട് 43,040, 31,360, 35,000 എന്നിട്ട് കൊടുക്കതിന് ബാലൻസ് ക്യാരി ഡൗൺ അതിന് എഴുതാം. ഇവിടെ നമ്മൾ തുടങ്ങിയത് ബ്രോഡ് ഡൗൺ വെച്ചിട്ടാണ്. ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നത് വെച്ചിട്ട് ക്യാരി ഡൗൺ വെച്ച് അവസാനിപ്പിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഈ പോയിന്റുകൾ, ഈ ഐറ്റംസ് 1 by 1 ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. അത് നിങ്ങൾ അതുപോലെ തന്നെ നോക്കി പഠിക്കുക. 90%, 98% അത് തന്നെ വരും. ചില വ്യത്യാസങ്ങൾ മാത്രം അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ അത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത പാർട്ടായിട്ട് വീണ്ടും എടുക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഷുവർ ക്വസ്റ്റൻ ആണ്. എല്ലാ ചാപ്റ്ററിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കിക്കോ നിങ്ങൾ. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഇതിന്റെ കാണാൻ പറ്റും. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ബാലൻസ് ഷീറ്റ് കൂടി ചെയ്യണം. ഈ ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റും റീവാലുവേഷൻ അക്കൗണ്ടും വേണം. ഇത് രണ്ടും ഒരേ സമയം നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ആൻസർ ബാലൻസ് ഷീറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് അതേ മോഡലിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് പോരുക. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ അവിടെ ഫസ്റ്റ് ഐറ്റം കിടക്കുന്നത് നമുക്ക് ക്രെഡിറ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് എടുത്തു. ആ ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ വില 67,000 ആണ്. ഈ 67,000 നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ നോക്കാം. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്രെഡിറ്റേഴ്സിന്റെ വില ഒരു മാറ്റവുമില്ല, നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി കൊടുക്കാം. ഒരു മാറ്റവും വരില്ല. റീവാലുവേഷൻ അക്കൗണ്ടിൽ വന്നെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ഒരു ഐറ്റത്തിന്റെ വിലയ്ക്ക് എന്ത് വരുള്ളൂ? മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ക്രെഡിറ്റേഴ്സിന്റെ വിലയ്ക്ക് മാറ്റൂല. അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അടുത്ത ഐറ്റം റിസർവ് ആണ്. റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് ഒരിക്കലും അത് ഇനി രണ്ടാമത് എവിടെ വരില്ല? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഓൾറെഡി അത് 0 ആയി പോയി കഴിഞ്ഞാൽ അവർ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അങ്ങനെ ഒരു അക്കൗണ്ടിൽ എന്തില്ല? എമൗണ്ട് ഇല്ല. അപ്പൊ അത് എഴുതാൻ പറ്റില്ല. അടുത്തത് അവിടെ കിടക്കുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്വസ്റ്റ്യനില് 2 പേർക്കേ ഉള്ളൂ. പക്ഷെ ഇനി നമുക്ക് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3 പേരുടെ ക്യാപിറ്റൽ എമൗണ്ട് ഇവിടെ വരണം.
അതിനാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് 42,040 വരും. പിന്നെ നെക്സ്റ്റ് പാർട്ടിയുടെ വരുന്നത് 31,360 ആണ്. അടുത്ത പാർട്ടി വിമലാണ്, അയാളുടെ 35,000 ആണ്. ഇത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തെഴുതുന്ന എമൗണ്ട് ആണ്, അല്ലാതെ ബാലൻസ് ഷീറ്റിൽ നിന്ന് വരുന്ന എമൗണ്ട് അല്ല. ഒരിക്കലും ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് ഒടുക്കി വരികയുമില്ല. അടുത്തത് വീണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ലാബിലിറ്റി സൈഡ് നമ്മുടെ കഴിഞ്ഞ്, ലാബിലിറ്റി സൈഡിനൊന്നും ബാക്കിയില്ല. വേണ്ട, ക്രെഡിറ്റ് റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതി കഴിഞ്ഞു, ക്രെഡിറ്റേഴ്സ് എഴുതി, നമ്മൾ 3 ക്യാപിറ്റലും എഴുതി. ഇനി അവിടെ ബാക്കിയില്ല. ഇനി ഇവിടേക്ക് പോരണം. ഫസ്റ്റ് തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഈ ക്യാഷ് ഇൻ ഹാൻഡിനോട് കൂടി പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ എമൗണ്ടും ഗുഡ്വില്ലിന്റെ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. അത്രയും തുക സ്ഥാപനത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്, കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? അത് സ്ഥാപനത്തിൽ അത്രയും പൈസ വന്നത് കൊണ്ട് അത്രയും പൈസ അവിടെ കാണണം. അപ്പോൾ അവിടെ ക്യാഷ് ഇൻ ഹാൻഡിന്റെ ഒപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെയാണ് നമ്മൾ എഴുതി വരുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, അവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റിലുള്ള വിലയിനോട് കൂടി പുതിയ പങ്കാളി കൊണ്ടുവരുന്ന, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ തുകയും പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിന്റെ തുകയുമാണ് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പൊ ക്യാപിറ്റലിലെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡിന്റെ എമൗണ്ട് 4,000 ആണ്. ആ 4,000 കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 39, 49, 51, 51,000 ആണ് ക്യാഷിന്റെ വില. അടുത്തത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ഐറ്റം, അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ്, ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ഡെപ്റ്റേഴ്സിന്റെ വില 40,000 ഉണ്ട്. റീവാലുവേഷനില് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡെറ്റേഴ്സ് എന്നും പറഞ്ഞു 2,000 ഡൗട്ട്ഫുൾ എന്നും പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 40,000 2,000 ഡൗട്ട്ഫുൾ ആണ്, കിട്ടുമെന്ന് സംശയമാണ്. അപ്പൊ അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ബാക്കി എമൗണ്ട് കോളത്തിൽ എഴുതി. 35,000 എമൗണ്ട് കോളത്തിൽ എഴുതി. വീണ്ടും അടുത്ത ഐറ്റം നോക്കാം. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഏതാണ്? അടുത്ത ഐറ്റം സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് 56,000 ആണ് സ്റ്റോക്ക് കിടക്കുന്നത്. ആ 56,000 56,000 സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിൽ സ്റ്റോക്ക് ഡെബിറ്റ് സൈഡില് 5,600 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ വിലക്ക് എന്ത് പറ്റിയെന്ന് അർത്ഥം? കുറഞ്ഞു എന്നർത്ഥം. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? അതിന്റെ വില കുറച്ച് കാണിക്കണം. സ്റ്റോക്ക് എഴുതാം. സ്റ്റോക്ക് 56,000 സ്റ്റോക്കാണ്. അതിൽ നിന്ന് 5,600 മൈനസ് ചെയ്ത് കാണിക്കാം. അപ്പൊ വരുന്നത് 50,400 വരും. 50,400 മൈനസ് ചെയ്യുമ്പോൾ വരും. അടുത്തത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില ബാലൻസ് ഷീറ്റില് 20,000 ഉണ്ട്. ഈ 20,000 കൂടി റീവാലുവേഷനിൽ വരുന്ന, നമ്മൾ റീവാലുവേഷനിൽ എഴുതിയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 ഉണ്ട്. ആ 10,000 അപ്രീഷിയേറ്റഡ് ആണ്, കൂടി കിടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്ത് കൊടുക്കുക. 10,000 അവിടെ 10,000 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. $10,000 ആഡ് ചെയ്യുക. അപ്പൊ വരുന്നത് 30,000 ആണ് അവിടെ വരിക. 30,000 വരും. ഇനി ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഒരു അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അവിടെ നമ്മൾ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ 8,000 റുപ്പീസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ബില്ലുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ബിൽ ഇപ്പോഴും നമ്മൾ ബില്ല് പ്രകാരം റിപ്പയറിന്റെ പൈസ കൊടുക്കാത്തതുണ്ട്. അത് എമൗണ്ട് എത്രയാന്ന് നോക്കുക. റീവാലുവേഷനിൽ എടുക്കുന്നത്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് 2,000 ഉണ്ട്. ആ 2,000 ലാബിലിറ്റി സൈഡിൽ കൊടുക്കാം.
ഇനി ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ഒന്നും ബാക്കിയില്ല. റീവാലുവേഷൻ അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും ഒന്നുകിൽ ഇവിടെ ആഡ് വരും, അല്ലെങ്കിൽ ഇവിടെ ലെസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ടെടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുക. ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. 51, 81, 89, 89, 1,11,000, 1,60,400, 1,77,400, 1,77,400. ലയബിലിറ്റി സൈഡിൽ നമുക്ക് അതേ ഐറ്റം കിട്ടണം. 42,000, 42,400, 72,000, 73,400, 73,000, 1,08,400, 1,10,400, 1,77,400, 1,77,400ലേക്ക് അത് ടാലി ആയി പോകും. 1,77,400ലേക്ക് രണ്ട് സൈഡും അസെറ്റ് ഈക്വൽ ടു ലാബിലിറ്റി എന്ന പേരിൽ അത് ഈക്വൽ ആയി പോകും. അങ്ങനെ ഈ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് നമ്മൾ ടാലി, ഇതേപോലെ ടാലി ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ പറയും. ഇത് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യാം. ഇതെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഫുള്ളായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി? വീട്ടിലിരുന്നിട്ട് ചെയ്തു നോക്കിയാൽ മതി. അതിന്റെ റീവാലുവേഷന്റെ പ്രോഫിറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ബാലൻസും ബാലൻസിന്റെ ടോട്ടൽ എല്ലാം ഞാനിവിടെ പറഞ്ഞുതരും. നിങ്ങൾ അത് ചെയ്തു നോക്കുക, കറക്റ്റ് ആവുണ്ടോ നോക്കാം. ഇവിടെ പറഞ്ഞത് ഇത് നേരത്തെ പോലെ ബാലൻസ് ഷീറ്റ് തന്നെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് നോക്കാം കേട്ടോ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സും നേരത്തെ പോലെ തന്നെയാണ് തന്നേക്കുന്നത്. ഇവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പറയുന്നുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടും ചെയ്യണം, അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും ചെയ്യണം, അതേപോലെ എന്താണ് ബാലൻസ് ഷീറ്റും ഉണ്ട്. മൂന്നെണ്ണവും നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്സുകൾക്കും ഐറ്റങ്ങൾക്കും മാറ്റമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ കൂടുതലുണ്ട്, ഐറ്റത്തിന് മാറ്റമുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ കണ്ടു ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ്. നേരത്തെ പ്രോബ്ലത്തിൽ എന്തില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ഇല്ല, ലോസ് ആണ്, ഇത് ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് റിസർവ്, നേരത്തെ പ്രോബ്ലത്തിലെ പോലെ റിസർവ് തന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. കുറച്ച് വാക്കുകൾക്ക്, അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന വാക്കുകൾക്കൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട്. ഇവിടെ നോക്കാം. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലോ പുതിയ പാർട്ട്ണറുടെ ഗുഡ് വില്ലോ ഒരിക്കലും റീവാലുവേഷൻ അക്കൗണ്ടിൽ വരില്ല. അപ്പൊ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണ്ട. സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് നോക്കിയാൽ മതി. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 5%. പ്രൊവിഷൻ 5% ക്രിയേറ്റ് ചെയ്യുക. ഡെറ്റേഴ്സിന്റെ ആയിരിക്കും എപ്പോഴും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ഒരു ഡെറ്റേഴ്സ് ഉണ്ട്, 10,000 രൂപ, 10,000 റുപ്പീസ് ആണ് ഡെറ്റേഴ്സ്. 10,000 റുപ്പീസിന്റെ 5% കാണാം. എന്നിട്ട് നേരെ റീവാലുവേഷൻ അക്കൗണ്ടിൽ കൊടുക്കുക. പ്രൊവിഷൻ എഴുതിയാലും കുഴപ്പമില്ല, അതേപോലെ ഡെറ്റേഴ്സ് എഴുതിയാലും കുഴപ്പമില്ല. 10,000ന്റെ അവിടെ ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ എത്രയാണ്? 10,000 ആണ്. ആ 10,000ന്റെ 5% ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എഴുതാം 10,000ന്റെ 5% 500 റുപ്പീസ് ആണ്. 500 റുപ്പീസ്. അടുത്തത് നോക്കാം. അടുത്തത് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ആണ്. സ്റ്റോക്കിന്റെ വില എന്താണ്? അണ്ടർ വാല്യൂഡ് അറ്റ് റുപ്പീസ് ആണ് വന്നേക്കുന്നത്. അണ്ടർ വാല്യൂഡ് അറ്റ് റുപ്പീസ്. അറ്റ് വരുമ്പോ ഇതിന്റെ മീനിങ് ഇതാണ്, ഇപ്പോ സ്റ്റോക്കിന്റെ വില 10,000 രൂപയാണ് എന്നാണ്. ഇപ്പൊ സ്റ്റോക്കിന്റെ വില 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ സ്റ്റോക്കിന് ഒരു വില ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കണം. നമ്മള് സ്റ്റോക്കിന്റെ വില ഉണ്ടാകും. അപ്പൊ ഇവിടെ നോക്കാം, സ്റ്റോക്കിന്റെ വില 8,000 ആണുള്ളത്. എന്നാൽ ഈ പുതിയ പാർട്ട്ണറെ കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റോക്കിന്റെ വില 10,000 ആണ്. അപ്പൊ എത്ര രൂപ കൂടി? 2,000 റുപ്പീസ് അവിടെ കൂടി. അഡ്ജസ്റ്റ്മെന്റില് അസറ്റിന്റെ വില കൂടുമ്പോ പ്രോഫിറ്റ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുക, ക്രെഡിറ്റ് സൈഡില് സ്റ്റോക്ക് എഴുതുക. സ്റ്റോക്ക് എഴുതുമ്പോൾ ഇവിടെ 2,000 വരും. കൂടിയ വില മാത്രം ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത പോയിന്റ് ഒന്ന്, വാല്യൂ ഓഫ് മെഷീനറി എൻഹാൻസ്ഡ് ആണ്.
വാല്യൂ ഓഫ് മെഷീനറി എൻഹാൻസ്ഡ് ₹2 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറിയുടെ വില 25,000 രൂപയായി എന്നാണ് അവിടെ. ₹2 ഉണ്ടാ 25 രൂപ 25,000 ആയി എന്നാണ്. അപ്പൊ നേരത്തെ അതിനൊരു വിലയുണ്ട്, മെഷീനറിക്ക് 20,000 ഉള്ളൂ, ഇപ്പൊ 25 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 കൂടി എന്നാണ്. 5,000 കൂടുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ്. നേരെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. മെഷീനറി ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് എഴുതാം. എമൗണ്ട് 25,000 ആണ് എമൗണ്ട് വരിക. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ഫർണിച്ചർ ആണ്. ഫർണിച്ചർ റിട്ടേൺ ഡൗൺ അറ്റ് ₹. ആണ്. അറ്റ് ₹6,500. ഫർണിച്ചറിന്റെ വില ഇപ്പോ 6,500 ആയി എന്നാണ്. അറ്റ് ₹. എന്ന് വരുമ്പോ നോക്കപ്പോ ഫർണിച്ചർ 7,000 എന്നത് 6,500 ആയി കുറഞ്ഞു. ബാലൻസ് ഷീറ്റിൽ 7,000 ആണ്, അഡ്ജസ്റ്റ്മെന്റ് 6,500 ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹500 അവിടെ മൈനസ് ആണ്, കുറവാണ് സംഭവിച്ചേക്കണത്. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഫർണിച്ചർ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. 500 രൂപ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് 1,000 included in creditors. 1,000 included in creditors not yet to be claimed എന്നാണ്. ക്രെഡിറ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നോട്ട് യെറ്റ് ടു ബി, ഇനി മുതൽ കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് പ്രോഫിറ്റ് ആണ്. അത് നമുക്ക് അത്രയും രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. ലാഭമായതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് നേരെ ക്രെഡിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റേഴ്സ് 1000 രൂപ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് വന്നത് പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് 1,500 നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത, റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ 1,500 രൂപ അഡ്വർടൈസ്മെന്റ് വേണ്ടി നേരത്തെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി വേറൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്, ഒരു പണി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പൈസ ശരിക്കും നമ്മുടെയാണ്. നമ്മൾ പറഞ്ഞ പ്രവൃത്തി ചെയ്ത് തീരുന്നത് വരെ ആ പൈസ ആരുടെയാണ്? നമ്മുടെയാണ്. പ്രീപെയ്ഡ് ആണ്, അത് അസറ്റ് ആണ്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 1,500 രൂപ. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് പുതിയ പാർട്ട്നേഴ്സ് വന്നപ്പോ, പുതിയൊരു പാർട്ട്ണർ വന്നപ്പോ അവരുടെ റേഷ്യോയിൽ വന്ന മാറ്റമാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന റേഷ്യോയിൽ നിന്ന് ഇപ്പോഴത്തെ റേഷ്യോക്ക് എന്തായി? ചേഞ്ച് ആയി. അതൊരിക്കലും നമുക്ക് എമൗണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ അത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ഇവിടെ നമുക്ക് അതുകൊണ്ട് ആഡ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബാലൻസ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ 2,500 നോക്കവിടെ 2,000 4,500 5,500 6,000 8,000 ആണ് ടോട്ടൽ വരിക. നമുക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കി പോവാം. ഫർണിഷ് എൻഹാൻസ്ഡ് ₹2 25,000 ആണ്. മെഷീനറി 20,000 എന്നത് 25,000 ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മെഷീനറി നമുക്ക് വരുന്നത് 5,000 rupees ആണ് വരുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത തെറ്റാണ്. ഇവിടെ ആഡ് ചെയ്തതും മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എത്ര ആഡ് ആയി അത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. 20 എന്നത് 25 ആയി, 5,000 കൂടിയ 5,000 മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഫുൾ എമൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുക, തെറ്റാണ്. നോക്കാം. 2,000 7,000 8,000 9,500 ആണ് ടോട്ടൽ വന്നേക്കുന്നത്. കറക്റ്റ് ആണോ എന്ന് നോക്കാം. 7,000 8,000 9,500. ഈ 9,500 നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ നിന്ന് 1,000 കുറച്ചു, അപ്പോൾ 8,500 കിട്ടി. പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. കണ്ടോ, അവര് ഈക്വൽ ആണ്. രണ്ടുപേരും ഇത്ര നാൾ തുല്യമായാണ് വീതിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക. ഇവർക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാം. പാർട്ട്നേഴ്സിന്റെ പേര്
അമലും ബിമലും ആണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് നേടി എക്ക് 8,500 ഡിവൈഡഡ് ബൈ 2 4,250. അതേപോലെ ബിക്കും എമൗണ്ട് മാറ്റമില്ല, ഒരു ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ റേഷ്യോ ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. നേരത്തെ 3:2 എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമുക്കൊരു ഒരു വേടി കിടക്കാണ് കണ്ടോ, ഈക്വൽ പാർട്ട്നേഴ്സ്. അപ്പൊ ഈക്വൽ ആണ്. 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് മാത്രം വിധിക്കാം, 3 പേരുണ്ടെങ്കിൽ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത്. ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് അവർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ചെയ്യുന്നതിൽ. ആദ്യം തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് കൊടുക്കുക. അതിന്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ബാലൻസ്ഡ് ബ്രോ ഡൗണിന്റെ എമൗണ്ട് കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസർവ് ഉണ്ട്. ഈ റിസർവ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സൈഡ്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിടക്കുന്നു 10,000. അതും ഡെബിറ്റ് സൈഡിലേക്ക്, ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ലാബിലിറ്റി സൈഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരേണ്ടത് അസറ്റ് സൈഡിൽ കിടക്കുന്നതാണ്. അസറ്റ് സൈഡിൽ കിടക്കുന്ന 10,000 ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തു പോവാണ്. ഇവിടെ നമ്മൾ ആദ്യം ബാലൻസ് ബ്രോ ഡൗൺ എഴുതും. ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് അതിന്റെ എമൗണ്ട് എടുത്തെഴുതാം. ഒരു 12,000ഉം 8,000ഉം ആണ്. 12,000 ഇട്ടു, പിന്നെ 8,000 ആയി. ഇയാൾക്ക് ഇല്ല, അവിടെ ബാലൻസ് ഷീറ്റിൽ ഇല്ല. രണ്ടാമത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ എമൗണ്ട് ആണ് വരിക. പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ 10,000 റുപ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. 10,000 റുപ്പീസ് അയാള് ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ക്യാഷ് 10,000 റുപ്പീസ് അയാളുടെ ക്യാഷ് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ അയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ല് 10,000 രൂപയാണ്. ആ 10,000 രൂപ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പാർട്ട്നേഴ്സ് ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്യുക സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പൊ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാറുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാ പഠിച്ചേക്കണം? സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ 1:1 ആണ്. ന്യൂ റേഷ്യോ 7:5:4 ആണ്. നോക്കാം, 7:5:4 ആണ് റേഷ്യോ. ഇനി നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ 1/2 മൈനസ് ന്യൂ റേഷ്യോ 7 + 5 + 4 ആണ്. 7 + 5 12, 12 + 4 16. അപ്പോൾ 7/16 ആണ് വരിക. ഈക്വൽ ടു 16 മൈനസ് 14 ഈക്വൽ ടു 2. റേഷ്യോ കിട്ടി. സാക്രിഫൈസിങ് റേഷ്യോ ഫസ്റ്റ് ആളുടെ 2 ആണ്. അടുത്ത ആളുടെ 1/2 മൈനസ് 5/16 ആണ്. ചെയ്യുമ്പോൾ ഇവിടെ 16 മൈനസ് 10 ഈക്വൽ ടു 6. നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി. 2:6 കിട്ടി. ചെറുതാക്കുക, 2:6 ആണ്. ഇതിന് നമുക്ക് റേഷ്യോ എപ്പോഴും ഏറ്റവും ചെറിയ ഫാക്ടർ ആയിരിക്കണം. ചെറുതാക്കി നമ്മൾ 2-ൽ 2 1 ടൈം, 6-ൽ 3. അപ്പോൾ 1:3 ആണ് സാക്രിഫൈസിങ് റേഷ്യോ. ഈ ഗുഡ് വില്ല് 10,000-നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 1:3 ആണ്. അപ്പോൾ 1/4 ആയിരിക്കും ആദ്യത്തെ ആളുടെ, പിന്നത്തത് 3/4 ആയിരിക്കും. അപ്പോൾ 1/4 2,500ഉം 3/4 7,500ഉം ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണണ്ടു. ഓൾഡ് റേഷ്യോ മാത്രം ഉള്ളെങ്കിൽ അതിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കണം.
അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഈക്വൽ എന്ന വേർഡ് നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. അവിടെയാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. വീണ്ടും നമുക്ക് ലാബിലിറ്റി സൈഡിൽ പോയി നോക്കാം. ലാബിലിറ്റി സൈഡിൽ ഒരു റിസർവ് കിടക്കുന്നുണ്ട് 30,000 രൂപ. അസറ്റ് സൈഡിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിടക്കുന്നുണ്ട് 10,000 rupees. ഇത് രണ്ടും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ റിസർവ് വരുന്നത് ഈ സൈഡിലാണ്. റിസർവ് ഈ സൈഡിൽ 30,000 രൂപ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 15,000 വീതം ഡിവൈഡ് ചെയ്ത് പോകും. തുല്യമായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഗുഡ് വില്ല് മാത്രമേ സാക്രിഫൈസിന്റെ റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാ എമൗണ്ടുകളും ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിലാണ്, ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. അത് 10,000 ആയതുകൊണ്ട് 5,000 വരും. ഇനി വരുന്നത് നമ്മുടെ റീവാലുവേഷനിൽ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 4,250. ലാസ്റ്റ് നമ്മൾ എഴുതേണ്ടത് അതാണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് എഴുതാം 4,250. ഇനി നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഐറ്റംസ് അല്ല, ബാക്കിയെല്ലാ അസറ്റുകളാണ്. അസറ്റുകളൊന്നും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരില്ല. ലോസ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇവിടെ പ്രോഫിറ്റിന്റെ ഭാഗമായ റിസർവ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റിൽ ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കാം? ബാലൻസ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 10,000 ആണ് ക്യാപിറ്റലിന്റെ എമൗണ്ട്. അടുത്തത് ആഡ് ചെയ്യാം 8,000, 15,500, 30,500, 34,750. 34,750. 8,000, 15,500, 30,500, 34,750. 12,000, 27,000, 29,500, 33,750. 33,750. ഇങ്ങനെയാണ് അവരുടെ എമൗണ്ട് വരുന്നത് അല്ലേ? 12,000, 27,000, 29,500, 29,500ഉം 33,750. നോക്കാം, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 33,750, 34,750, 10,000. മൈനസ് ചെയ്യുക. 33 നിന്ന് 5 പോകുമ്പോൾ 28,750. 34 നിന്ന് 5 പോകുമ്പോൾ 29,750, 10,000. കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവൂല, ടാലി ആവൂല എന്ന് ഷുവറാണ്. അടുത്തത് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പാണ് ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞ്, ഇവിടെ അസറ്റ് സൈഡിലെ ഐറ്റംസ് അത് ഞാൻ ബാലൻസ് ഷീറ്റ് എന്തായാലും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. അസറ്റ് സൈഡിലെ ഐറ്റംസ് ബാങ്ക് എഴുതുമ്പോൾ ബാങ്കിന്റെ കൂടെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലും പുതിയ പാർട്ട്ണറുടെ ഗുഡ് വില്ലും ആഡ് ചെയ്ത് കൊടുക്കണം. പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലും പുതിയ പാർട്ട്ണറുടെ ഗുഡ് വില്ലും ആഡ് ചെയ്ത് കൊടുക്കുക എപ്പോഴും. ക്വസ്റ്റ്യനില് വിഡ്രോ പറയുന്നുണ്ടെങ്കിൽ, ഗുഡ് വിൽ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. നമുക്കിവിടെ വിഡ്രോ ഒന്നുമില്ല, ആഡ് മാത്രമേ ഉള്ളൂ. ബാങ്കിനോട് കൂടി പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ആഡ് ചെയ്യണം, പുതിയ പാർട്ട്ണറുടെ ഗുഡ് വില്ലും ആഡ് ചെയ്യണം. പിന്നെ ബാങ്ക് നമ്മൾ എഴുതാം. ബാങ്കിന്റെ കൂടെ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്ലസ് ന്യൂ പാർട്ട്ണർ ഗുഡ് വില്ല്, ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ,
ന്യൂ പാർട്ട്ണർ ഷെയർ ഓഫ് ഗുഡ് വില്ല് പ്ലസ് ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ. ഇതാണ് നമ്മൾ എപ്പോഴും ബാങ്കിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് വിഡ്രൂ ഗുഡ് വില്ല് പറഞ്ഞിട്ടുണ്ട്. വിഡ്രൂ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്ത് കൊടുക്കുക, മൈനസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എന്നും നമ്മൾ ബാങ്കിന്റെ കൂടെ ചെയ്യേണ്ട എമൗണ്ട്. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ എന്നും ചെയ്യേണ്ടത് അങ്ങനെയാണ്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഇതാണ് അസറ്റ് സൈഡ്. ഡെപ്റ്റേഴ്സ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പ്രൊവിഷൻ, ബാലൻസ് ഷീറ്റിൽ അത് മൈനസ് ചെയ്ത് എഴുതാം. സ്റ്റോക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ മൈനസ് ചെയ്യണം. മെഷീനറി റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഡെബിറ്റ് സൈഡിലാണെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കുക. ഫർണിച്ചർ റീവാലുവേഷൻ്റെ ഡെബിറ്റിലാണെങ്കിൽ മൈനസ് ചെയ്യുക, ക്രെഡിറ്റിലാണെങ്കിൽ പ്ലസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഐറ്റം ബാങ്കാണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ബാങ്ക് എടുക്കുക. ആ ബാങ്കിൽ എമൗണ്ട് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ, ബാങ്കിന്റെ കൂടെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ, ബാങ്ക് അവിടെ ഒരു 4000 ഉണ്ട്. ക്വസ്റ്റ്യനിൽ ബാങ്ക് ഒരു 4000 ഉണ്ട്. അതിൻ്റെ കൂടെ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റല് 10,000 രൂപയും പുതിയ പാർട്ട്ണറുടെ ഗുഡ് വില്ല് 10,000 രൂപയും നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഇനി അതിൽ ബാങ്കിന്റെ വില നോക്കാം. ബാങ്കിന്റെ വില 5,000 ആണ്. ബാങ്കിന്റെ വില 5,000 ആണ്. ആ 5,000 എഴുതാം. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ 25,000 ആകും ബാങ്കിന്റെ വില. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന്റെ വില 10,000 ആണ്. ആ 10,000 നിന്ന് പ്രൊവിഷൻ വില മൈനസ് ചെയ്യുക. പ്രൊവിഷന്റെ 5% മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഡെറ്റേഴ്സ് 10,000 ആണ്. 10,000 നിന്ന് പ്രൊവിഷൻ 500 മൈനസ് ചെയ്യാം. അപ്പൊ എമൗണ്ട് 9,500 വരും. പ്രൊവിഷന്റെ എമൗണ്ട് മൈനസ് ചെയ്യുക. അടുത്ത നമുക്ക് സ്റ്റോക്കാണ്. ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് 8,000 റുപ്പീസ് ബാലൻസ് ഷീറ്റിലുണ്ട്. 2,000 റുപ്പീസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിലാണ്. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ സ്റ്റോക്കിന്റെ വില കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും, 10,000 റുപ്പീസ് ആണ് സ്റ്റോക്കിന്റെ വില വരിക. അതേപോലെ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലേക്ക് പോകുക. അടുത്ത ഐറ്റം മെഷീനറി ആണ്. മെഷീനറി 20,000 ആണ് മെഷീനറിയുടെ വാല്യൂ. ഈ 20,000 മെഷീനറിയുടെ വാല്യൂടെ എൻഹാൻസ്ഡ് ആണ്. അത് 25,000 ആയിട്ട് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 കൂടി 5,000 അത് ആഡ് ആയി പോയി എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അത് ആഡ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് മെഷീനറി. ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിനോട് കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മെഷീനറി നമ്മൾ ആഡ് ചെയ്യുക. മെഷീനറി എഴുതി അതിൻ്റെ 20,000 ബാലൻസ് ഷീറ്റിലും 5,000 റീവാലുവേഷനിൽ ക്രെഡിറ്റും ആണ്. അപ്പോൾ 25,000 ആയി മെഷീനറിയുടെ വാല്യൂ. വീണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റിൽ അവിടെ ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ ഒരു 7,000 റുപ്പീസ് ആണ് ഫർണിച്ചർ. ആ 7,000 റുപ്പീസ് ഫർണിച്ചറിന് 6,500 ആയിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ റീവാലുവേഷൻ നമ്മൾ 500 ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മളത് ഫർണിച്ചർ 7,000 നിന്നും ഫർണിച്ചർ നമ്മൾ 7,000 നിന്നും റീവാലുവേഷൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള 500 മൈനസ് ചെയ്ത് 6,500 ആഡ് ചെയ്ത് കൊടുക്കുക. 6,500 ആണ് അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി വീണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് പോകുക. ബാലൻസ് ഷീറ്റ് ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അതോ രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ അവകാശമില്ല, റെക്കോർഡ് ചെയ്യാൻ അവകാശമില്ല. ഇനി നേരെ ലാബിലിറ്റി സൈഡിലേക്ക് വരാം. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 10,000 ഉണ്ട്. റിസർവ് ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നത് ക്യാപിറ്റൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളൂ.
ക്രെഡിറ്റേഴ്സിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടോ നോക്കാം. ഇൻക്ലൂഡഡ് 1000 ക്രെഡിറ്റേഴ്സിന് നോട്ട് ക്ലെയിംഡ് ആണ്, കൊടുക്കണ്ട. അപ്പൊ അത് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 1000 ഉണ്ടാവും. അപ്പൊ നമ്മൾ 10,000 നിന്ന് ആ ക്രെഡിറ്റേഴ്സിന്റെ വില 1000 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്രെഡിറ്റേഴ്സ് 10,000 ആണ്. 10,000 നിന്ന് 1000 മൈനസ് ചെയ്യുക, 9,000 എഴുതാം. അടുത്തത് ക്യാപിറ്റൽ ആണ് നമ്മൾ എഴുതേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് എയുടെ ക്യാപിറ്റൽ ബാലൻസ് 28,750. ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് 29,750. അടുത്തത് മൂന്നാമത്തെ ആളുടെ ക്യാപിറ്റൽ ബാലൻസ്, സിയുടെ ക്യാപിറ്റൽ ബാലൻസ് 10,000 ആണ്. ഇനി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും എന്തായി പോകണം, ഈക്വൽ ആവണം. എപ്പോഴും നമ്മൾ പഠിക്കേണ്ട എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ ആസ്പെക്ട് പ്രകാരം എപ്പോഴും നമ്മുടെ അസറ്റ് എന്തിന് തുല്യമായിരിക്കണം, ലാബിലിറ്റിക്ക് തുല്യമാകാൻ വേണം. അപ്പൊ ഈ അസറ്റിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എന്തിന്റെ ടോട്ടലിന് തുല്യമാകണം, ലാബിലിറ്റിയുടെ ടോട്ടലിന് തുല്യമാകണം. ആഡ് ചെയ്ത് നോക്കാം. 25,000, 50,000, 60,000, 69,500, 69, 70, 77,500 വരും. അല്ലല്ല, 77,000 ആണ്. സോറി നോക്കാം. നമുക്കൊന്നുകൂടി ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. അവിടെ ഐറ്റംസ് വല്ലതുണ്ടോന്ന്. പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ആ പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 6,500 ഉണ്ട്. അസറ്റ് സൈഡില് പ്രീപെയ്ഡ് അഡ്വർടൈസ്മെന്റ് വരും. അത് അൺറെക്കോർഡഡ് ആണ്. ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ തുല്യമാവണം രണ്ട് സൈഡും. 25,000, 35,000, 55, 60, 77,500 വരും. 77,500 റുപ്പീസ് ആഡ് ചെയ്യുമ്പോൾ വരും. അതുപോലെ ഇവിടെയും വരണം. 28, 56, 57, 58,500, 68,500, 77,500 രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ 77,500 റുപ്പീസിൽ അത് ആഡ് ചെയ്ത് പോകും. രണ്ട് സൈഡും ഈക്വൽ ആവും. അസറ്റിന് തുല്യമായിട്ട് എന്ത് വരും, ലാബിലിറ്റിയും വരും. അങ്ങനെ ഈ രണ്ട് പ്രോബ്ലം കൃത്യമായിട്ട് ആ വോയിസ് ഒക്കെ കേട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് നോക്കുക. ആ റെക്കോർഡ് ചെയ്യുന്നത് അനുസരിച്ച് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് വീണ്ടും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും. 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യമായി നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കി അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ചെയ്യാം. വീഡിയോ കാണുക എല്ലാവരും. കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് നോക്ക് കൃത്യമായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.